നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ കഴിഞ്ഞു അല്ലേ? ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടെ ഞാൻ പറയാം, ഫസ്റ്റ് മോഡ്യൂളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് പറയാം. നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കൂ. നമ്മള് ഇറിഗേഷനെ കുറിച്ചാണ് അല്ലെ ആദ്യം നോക്കിയത്. ഇറിഗേഷന്റെ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ, എന്താണ് ഇറിഗേഷന്റെ പ്രാധാന്യം, എന്തിനാണ് നമ്മൾ ക്രോപ്സിന് ഇറിഗേഷൻ കൊടുക്കുന്നത്, പിന്നെ അതുപോലെ ഇറിഗേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഇതെല്ലാം നോക്കി. പിന്നെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ നോക്കിയിരുന്നു അല്ലെ? എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ അല്ലെ? ഫ്ലഡിങ്, ഫറോ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ് നോക്കി. പിന്നെ പെരിനിയൽ ഇറിഗേഷൻ, അതെ, ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ക്രോപ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ് ഡിഫറെന്റ് ക്രോപ്സ്, കാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ് അല്ലെ? ഓരോ സീസൺസിനെ നമ്മൾ വേർതിരിച്ചുകൊണ്ട് ക്രോപ്സിനെ പറയും അല്ലെ? ഓരോ സീസൺ, കാരിഫ് സീസൺ, റാബി സീസൺ, അങ്ങനെ 2 സീസൺസ് ഉണ്ട്. അപ്പൊ അതില് വളർത്തുന്ന ക്രോപ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കി. പിന്നെ അതുപോലെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫീൽഡില് ഡ്യൂട്ടി ഓഫ് വാട്ടർ അതെന്താന്ന് നമ്മൾ നോക്കി അല്ലെ? എന്ന് വെച്ചാല് എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം പെർ ഡിസ്ചാർജ്, നമ്മൾ എത്ര ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ടോ ആ ഡിസ്ചാർജ് വെച്ച് നമുക്ക് എത്രത്തോളം ഏരിയ ഇറിഗേഷന് പോസിബിൾ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 8.64 into B by delta, ബേസ് പീരീഡ് ബൈ ഡെൽറ്റ. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡ്യൂട്ടീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? റെയിൻഫോളിനെ കുറിച്ച്. റെയിൻഫോൾ എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ ഇൻ ലിക്വിഡ് ഫോം ആണെന്ത് റെയിൻഫോൾ എന്ന് പറയുന്നത്. നമ്മള് സോളിഡ് ഫോമിലാണെങ്കിൽ നമ്മൾ അതിനെ ഐസ് എന്ന് പറയും അല്ലെ? സോളിഡ് ഫോം ഓഫ് വാട്ടർ എന്താണ്? ഐസ്. അപ്പൊ ആ ഒരു സോളിഡ് ഫോമിൽ വീഴുന്നതിനെയാണ് നമ്മൾ സ്നോ എന്ന് പറയാം. സ്നോഫോൾ. മഴ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോമിൽ വീഴുന്നതിനെയാണ് നമ്മൾ റെയിൻഫോൾ എന്ന് പറയും അല്ലെ? അപ്പൊ അതില് നമ്മൾ എങ്ങനെ ആ മഴ മെഷർ ചെയ്യാം, അതായത് ഒരു റെയിൻ ഗേജ് ഉപയോഗിച്ച് നമ്മൾ ആ മഴ മെഷർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ റെയിൻ ഗേജ് സ്റ്റേഷൻസ്, നമ്മൾ എവിടേക്ക് നമുക്ക് റെയിൻ ഗേജ് സ്റ്റേഷൻ കൊടുക്കാം നമ്മൾ പഠിച്ചു. IS കോഡിൽ പറയുന്ന വാല്യൂസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ? എന്താണ് 520 കിലോമീറ്റർ സ്ക്വയറിൽ ഒരു റെയിൻ ഗേജ്. ഏരിയ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 520 കിലോമീറ്റർ സ്ക്വയറിൽ ഒരു റെയിൻ ഗേജ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹില്ലി ഏരിയ ആണെങ്കിൽ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റെയിൻ ഗേജ് സെറ്റ് ചെയ്യാൻ എങ്ങനത്തെ ഒരു സ്ഥലമാണ് വേണ്ടത്. പ്ലെയിൻ ഏരിയ ആയിരിക്കണം, അവിടെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം വിട്ടിട്ടായിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ എങ്ങനെ നമുക്ക് ആവറേജ് റെയിൻഫോൾ മെഷർ ചെയ്യാം, അതിന്റെ ഒരു 2-3 മെത്തേഡ്സ് നോക്കി അല്ലെ? 3 അല്ല 4 മെത്തേഡ്സ് നോക്കി അല്ലെ? അരിത്മെറ്റിക് മെത്തേഡ്, അതുപോലെ തീസൺസ് പോളിഗൺ, അതുപോലെ എന്താ ഒരു മെത്തേഡും കൂടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഹൈറ്റൽ മെത്തേഡ്. അപ്പൊ ഇതെല്ലാം എങ്ങനെ നമുക്ക് ആവറേജ് റെയിൻഫോൾ ഓവർ എ കാച്ച്മെന്റ് ഏരിയ കണ്ടുപിടിക്കാമെന്നുള്ള മെത്തേഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഒരു സ്ട്രീമില് വെള്ളം ഒഴുകുകയാണെങ്കിൽ, ഒരു റിവറിലോ ഒക്കെ വെള്ളം ഒഴുകുകയാണെങ്കിൽ ആ റിവറിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും നമ്മൾ പഠിച്ചു അല്ലെ? പല ഫോർമുലകൾ ഓർമ്മയില്ലേ?
റൈവ്സ് ഫോർമുല, ഡിക്കൻസ് ഫോർമുല, ഇതെല്ലാം വെച്ച് നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യും. ഇപ്പൊ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം ഒഴുക്ക് വരാം ആ ഒരു റിസർവോയറിൽ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നെ അതുപോലെ ഒരു ഡാമിൽ നമ്മൾ പൊതുവെ പറയുന്ന ലെവലുകൾ ഏതൊക്കെയാ, വാട്ടർ ലെവലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. ലോ ഫ്ലഡ് ലെവല്, ഹൈ ഫ്ലഡ് ലെവല്, അല്ലെ, മിനിമം പൂൾ ലെവല്, അങ്ങനെ ലെവൽസ് ഒക്കെ നമ്മൾ നോക്കി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിയത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു എക്സാമും എഴുതി അല്ലെ, ഒരു ക്ലാസ് ടെസ്റ്റും ഞാൻ നടത്തിയതാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ പോകാം. അപ്പൊ സെക്കൻഡ് മോഡ്യൂളിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് മോഡ്യൂളിൽ എന്തൊക്കെയാ നമുക്ക് നോക്കാം. സെക്കൻഡ് മോഡ്യൂളിൽ പറയുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ചാണ്. അതായത് നമുക്കൊരു റിവർ ഒഴുകുന്നുണ്ട്, ആ ഒരു റിവറിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കണം, നമ്മുടെ ഫീൽഡിലേക്കുള്ള വെള്ളം എടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് കനാൽ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു റിവറിൽ നിന്ന് കനാല് വഴിയാണ് വെള്ളം ഒഴുകുന്നത്. ആ കനാലിലൂടെ വെള്ളം ഒഴുകിയിട്ടാണ് നമ്മുടെ പാടത്തേക്ക് വെള്ളം എത്തുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു കനാലിലേക്ക് വെള്ളം ഒഴുക്കാൻ, ആ ഒരു റിവറിൽ നിന്ന് കനാലിലേക്ക് ഒഴുക്കാൻ നമ്മൾ റിവറിന് അക്രോസ് ആയി കൊടുക്കുന്ന സ്ട്രക്ചർ, അതിനെയാണ് ഹെഡ് വർക്ക്സ് എന്ന് പറയാം. ഡൈവേർഷൻ ഹെഡ് വർക്ക്. റിവറിൽ നിന്ന് കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? റിവർ ഒഴുകുന്നുണ്ട്, ആ റിവറിൽ നിന്ന് കനാലിലേക്ക് വെള്ളം കൊടുക്കാൻ ഉള്ള സ്ട്രക്ചർ ആണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് വർക്ക്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഹെഡ് വർക്ക്സ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഹെഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ ഹെഡ് എന്ന് പറയുമ്പോൾ എവിടെയാ, തുടക്കത്തിൽ അല്ലെ, തുടക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കനാല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഹെഡ് വർക്ക്. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് വർക്ക് നോക്കും. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റോറേജ് ഹെഡ് വർക്ക്, അതുപോലെ ഡൈവേർഷൻ ഹെഡ് വർക്ക്. പിന്നെ ഈ ഹെഡ് വർക്ക്സിന്റെ സ്യൂട്ടബിലിറ്റി എന്താണ്, എന്തിനാണ് ഈ ഹെഡ് വർക്കുകൾ കൊടുക്കുന്നത്, അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ്. പിന്നെ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഹൈ ഡൈവേർഷൻ വർക്ക്, നമുക്ക് എവിടെ, അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് റിവറിനെ ക്രോസ് ആയി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ ജനറൽ ലേ ഔട്ട് ഓഫ് ഡൈവേർഷൻ വർക്ക്സ്, ഒരു ഡൈവേർഷൻ വർക്കിന്റെ ലേ ഔട്ട്, അതായത് അതിന്റെ പ്ലാനും ഒക്കെ. പിന്നെ അതുപോലെ അതിൽ എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ളത്. അതായത് കോമ്പണന്റുകൾ, ഈ ഡൈവേർഷൻ വർക്കിൽ നമ്മൾ എന്തൊക്കെ കോമ്പണൻസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് ഓരോന്നായിട്ട് നോക്കണം. അതായത് ഒരു വിയർ, ബാരേജ്, ഹെഡ് റെഗുലേറ്റർ, സ്കൗറിംഗ് സ്ലൂയിസ്, ഫ്ലഡ് ബാങ്ക് ആൻഡ് അതർ പ്രൊട്ടക്റ്റീവ് വർക്ക്സ്. പിന്നെ അതുപോലെ പിന്നെ നോക്കുന്ന കാര്യങ്ങളാണ് പെർക്കൊലേഷൻ. പെർക്കൊലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജിയോടെക്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ജിയോടെക്കിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. പെർക്കൊലേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഒഴുകുക, അതാണ് പെർക്കൊലേഷൻ. അപ്പൊ അങ്ങനെ ഒരു ഡാം, നമ്മളിപ്പോ ഒരു ഡാം പോലെ കൺസിഡർ ചെയ്യുക, ഒരു വിയർ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ ഒരു വിയറിന്റെ അടുത്ത്, വിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു റിവർ ഉണ്ടെങ്കിൽ ആ റിവറിനോട് കുറുകെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ചുറ്റുവട്ടത്തായിട്ട് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഒഴുകും അല്ലെ, ആ ഒഴുകുന്നതിനെ പെർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ പെർക്കുലേഷൻ സ്ലോപ്പ് എന്താണ്, ആ ഒഴുക്കിന്റെ സ്ലോപ്പ്, ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്താണ്, പിന്നെ അവിടെ ഉണ്ടാവാവുന്ന അപ്ലിഫ്റ്റ് പ്രഷർ,
അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒഴുകിയ ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകിയ വെള്ളം നമ്മുടെ കൺസ്ട്രക്ട് ചെയ്ത വിയറിനെ തിരിച്ച് പൊന്തിക്കും അല്ലേ? ഒരു എന്താ പറയാ, ഫോഴ്സ് ഓഫ് ബൊയാൻസി കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്ന ഫോഴ്സ് ഓഫ് ബൊയാൻസി. അതുപോലെ നമ്മുടെ വെള്ളം ആ ഒരു ഡാമിനെ അല്ലെങ്കിൽ വിയറിനെ പൊന്തിക്കാൻ ശ്രമിക്കും. അതിനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ. പൊന്തിക്കുന്നത് പോലത്തെ ഒരു പ്രഷർ കൊടുക്കും, മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ഓക്കെ, അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. പിന്നെ ഇഫക്റ്റ് ഓഫ് പെർക്കുലേഷൻ ഓൺ ഇറിഗേഷൻ വർക്ക്. അതായത് നമ്മുടെ കനാൽസിലൊക്കെ ഇതുപോലെ വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകി പോയാൽ എന്താണ് സംഭവിക്കുക, അതുപോലെ അവിടെ അപ്ലിഫ്റ്റ് പ്രഷർ വന്നാൽ എന്ത് സംഭവിക്കും. പിന്നെ അതുപോലെ എക്സിറ്റ് വെലോസിറ്റിനെ കുറിച്ച് പഠിക്കും. പിന്നെ സ്കൗർ, പ്രൊട്ടക്റ്റീവ് വർക്ക്സ്. അതായത് സ്കൗർ എന്ന് പറയുമ്പോൾ, സ്കൗറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കനാൽ നമ്മൾ എടുക്കുന്ന സ്ട്രക്ചറിന്റെ അടിഭാഗം ഇറോഡായി പോവുക, തേഞ്ഞു പോവുക. അതിനെയാണ് സ്കൗറിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്കൗറിങ്ങിന് നമുക്ക് കൊടുക്കാവുന്ന പ്രൊട്ടക്റ്റീവ് വർക്ക്, സ്കൗറിങ് തടയാൻ കൊടുക്കാവുന്നത് എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ സോളിഡ് ആൻഡ് ലൂസ് ഏപ്രൻസ്. ഏപ്രൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ആ ഏപ്രൻസിനെ കുറിച്ചും ഇതെല്ലാമാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് മോഡ്യൂൾ ഫസ്റ്റ് മോഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, കുറച്ചേ കവർ ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ മോഡ്യൂളിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് വർക്ക്. അപ്പൊ നമുക്ക് ഹെഡ് വർക്കിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അപ്പൊ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കനാലൊക്കെ തുടങ്ങാം. എവിടുന്നാണ് ഒരു കനാൽ തുടങ്ങുക? ഒരു റിവറിൽ നിന്നല്ലേ? എന്താണ്, നമ്മുടെ പുഴയുടെ കരയിൽ നിന്നാണ് ഒരു കനാല് തുടങ്ങുക. കാരണം പുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പൊ ആ വെള്ളമാണ് കനാലിലേക്ക് ഒഴുക്കി വിടുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതാണ് ഹെഡ് വർക്ക്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഹെഡ് വർക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡൈവേർഷൻ വർക്ക്, പിന്നൊന്ന് സ്റ്റോറേജ് വർക്ക്. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഡൈവേർഷൻ വർക്ക്. ഡൈവേർഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു റിവറിന് കുറുകെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹെഡ് വർക്ക് ഡൈവേർട്ട് ചെയ്യാണ്, ആ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഫങ്ഷൻ. അപ്പൊ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്തായിരിക്കും? സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ. അതായത് അപ്പൊ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ വിയറുകളായിരിക്കും, കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ കൺസ്ട്രക്ഷൻ. നമ്മുടെ റിവറിന് കുറുകെ നമ്മൾ നിങ്ങൾ വിചാരിക്കുക ഒരു വാള് കൺസ്ട്രക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. സപ്പോസ് നമ്മുടെ പുഴയുണ്ട്, ആ പുഴയ്ക്ക് കുറുകെ നമ്മളൊരു വലിയ മതില്, വാള് കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും അല്ലേ? അപ്സ്ട്രീം സൈഡിലെ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കും. അപ്പൊ ആ കൺസ്ട്രക്ട് ചെയ്യുന്ന വാള്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് വർക്ക്, ഡൈവേർഷൻ വർക്ക്, സ്റ്റോറേജ് വർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡൈവേർഷൻ വർക്കിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡൈവേർട്ട് ചെയ്ത് വിടാനാണ്, കനാലിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടാനാണ്. സ്റ്റോറേജ് വർക്കിന്റെ ഫങ്ഷൻ എന്താ? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ആ ഒരു ഡാമില്, ആ ഒരു ഭാഗത്ത്, ആ ഒരു ഏരിയയില് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അവിടുന്ന്. മനസ്സിലായില്ലേ? ഒരു റിസർവോയറിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം, നമുക്ക് മഴ ഇല്ലാത്ത സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡൈവേർഷൻ വർക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ഡൈവേർഷൻ വർക്ക്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ്
നമ്മുടെ റിവർ ആണ്. ആ റിവറിൽ നിന്ന് ഓഫ് ടേക്കിംഗ് കനാൽ ആണ് ഈ കാണുന്നത്. അതായത് ആ റിവറിൽ നിന്ന് വരുന്ന കനാല്. അപ്പൊ ആ കനാലിന് ഈ റിവറിന് കുറുകെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ക്രോസ് റെഗുലേറ്റർ എന്ന് പറയും. ക്രോസ് റെഗുലേറ്റർ. പിന്നെ അതുപോലെ കനാലിന് കുറുകെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടറി ഹെഡ് റെഗുലേറ്റർ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹെഡ് റെഗുലേറ്റർ. കനാലിന്റെ ഹെഡ് തലഭാഗം അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ അതാണ് ഡിസ്ട്രിബ്യൂട്ടറി ഹെഡ് റെഗുലേറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. അപ്പൊ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി ഉള്ള സ്ട്രക്ചേഴ്സ് ക്രോസ് റെഗുലേറ്ററും ഡിസ്ട്രിബ്യൂട്ടറി ഹെഡ് റെഗുലേറ്ററും. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. A diversion head work serves to divert the required supply into the canal from the river. അപ്പൊ ഈ റിവറിൽ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്യാം. കണ്ടു, ഇപ്പൊ നമ്മൾ ഇവിടേക്ക് ഒരു നിങ്ങളൊരു മതില് പോലെ വിചാരിക്കുക. മതില് പോലെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താൽ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നതിന് പകരം എന്ത് പറ്റും? അത് ഇങ്ങോട്ട് ഡൈവേർട്ട് ആവും അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചറിനെ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. A diversion head work serves the following purpose. അപ്പൊ എന്താണ് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? It raises the water level in the river so that the commanded area can be increased. അപ്പോ ഇത് റിവറിലുള്ള വെള്ളത്തിന്റെ ലെവൽ അങ്ങോട്ട് പൊന്തിക്കും. അങ്ങനെ പൊന്തിക്കുമ്പോ എന്ത് പറ്റും? ഈ ഹെഡ് റെഗുലേറ്ററിന്റെ മുകളിലൂടെ ഇതിന് ഒഴുകാൻ സാധിക്കും. അപ്പൊ കനാലിലേക്ക് വെള്ളം എത്തും അല്ലേ. അതാണ് പറയുന്നത്. It raises the water level in the river so that the command area can be increased. Command area എന്താണ്? command area നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിയതല്ലേ കമാൻഡ് ഏരിയ. കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു കനാലിന് എത്ര ദൂരം ഇറിഗേറ്റ് ചെയ്യാം, ആ ഒരു ഏരിയനെയാണ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കനാല്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ എടുക്കുന്ന കനാൽ. അപ്പൊ ഈ ഒരു കനാലിന് എത്രത്തോളം ഏരിയ ഇറിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ കമാൻഡ് ഏരിയ. ഓക്കെ. അപ്പൊ ആ ഒരു കമാൻഡ് ഏരിയ കൂട്ടാൻ സാധിക്കും. അപ്പൊ കൂടുതൽ വെള്ളം ഈ ഒരു കനാല് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം അല്ലെ. അതായത് അതിന്റെ കമാൻഡ് ഏരിയ കൂടുതലാണ്. പിന്നെ അതുപോലെ ഇറ്റ് റെഗുലേറ്റ്സ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ. അപ്പൊ ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ. അപ്പൊ എത്രത്തോളം വെള്ളം ഈ ഒരു കനാലിലേക്ക് ഒഴുകണം എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അതും ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ ഇറ്റ് കൺട്രോൾസ് ദ സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ. അതായത് ഈ കനാലിലേക്ക് സിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെ. വളരെ ചെറിയ ഫൈൻ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ്, മൺതരികള്. ആ മൺതരികള് ഈ ഒരു കനാലിലേക്ക് വരാതെ തടയും. ആര്? ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, അവിടെ പല യൂണിറ്റുകൾ ഉണ്ട്, നമ്മളത് പഠിക്കും. അപ്പൊ കുറെ കോമ്പണൻസ് ഉണ്ട്. വിയർ, സിൽറ്റ് എക്സ്ക്ലൂഡർ, ഫിഷ് ലാഡർ, ഇങ്ങനെ കുറെ കോമ്പണൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ അതിലെ ഓരോ കോമ്പണന്റുകൾ എല്ലാം കൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ കോമ്പണൻസ് ആണ് പറയുന്നത്. ഇറ്റ് കൺട്രോൾസ് സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ. അതായത് ആ മൺതരികളെ കനാലിലേക്ക് വീഴാതെ സഹായിക്കും, തടഞ്ഞു നിർത്തും. കാരണം അത് വീണാൽ എന്ത് പറ്റും? ആ കനാലിൽ അതിങ്ങനെ അടിഞ്ഞുകൂടും. കനാലിന്റെ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടിയാൽ എന്താ പറ്റുക? ആ ഒരു കനാലിന്റെ കപ്പാസിറ്റി കുറയും അല്ലെ.
ആ ഒരു കനാലിന് എത്രത്തോളം വെള്ളം എടുക്കാൻ പറ്റും, ആ ഒരു കപ്പാസിറ്റി അങ്ങ് കുറയും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും സിൽറ്റ് വരാതെ ശ്രദ്ധിക്കണം. മൺതരികളൊന്നും സാൻഡൊന്നും ഡെപ്പോസിറ്റഡ് ആവാതെ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയുള്ളതാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ. നമുക്ക് വഴിയെ നോക്കാം. പിന്നെ അടുത്തത്, it reduces the fluctuations in the level of supply in the river. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കും. അതായത് നമുക്ക് റിവറില്, നമ്മുടെ പുഴയില് എപ്പോഴും ഒരേപോലെ വെള്ളം ലഭിക്കണമെന്നില്ല അല്ലേ? മഴക്കാലത്ത് കൂടുതലാവാം, വേനൽക്കാലത്ത് കുറച്ചായിരിക്കും അല്ലേ ഫ്ലോ, റിവറിലുള്ള ഫ്ലോ. പക്ഷേങ്കിലും നമുക്ക് കനാലില് അതുപോലെ ആവാൻ നമ്മൾ എന്താ ശ്രദ്ധിക്കുക? കനാലില് ഒരു യൂണിഫോം ഫ്ലോ വരാൻ. കാരണം നമുക്കിത് കമാൻഡ് ഏരിയയിൽ കൊടുക്കേണ്ടതാണ്, വെള്ളം പാടത്തേക്ക് വിടേണ്ടതാണ്. അപ്പോ വേനൽക്കാലത്ത് വെള്ളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വേനൽക്കാലത്താണ് കൃഷിക്ക് വെള്ളം ആവശ്യം അല്ലേ? മഴക്കാലത്ത് അത്ര ആവശ്യം വരില്ല, കാരണം മഴയിൽ നിന്ന് തന്നെ ലഭിക്കും വെള്ളം. അപ്പോ നമുക്ക് ഓരോ സീസണിലും ഓരോ ഫ്ലോ വരാൻ പാടില്ല. ഒരുപോലെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ സമയത്തും. അപ്പൊ അതാണ് പറയുന്നത്, ഈ ഒരു ഹെഡ് വർക്ക്സ് എന്ത് ചെയ്യും? ഇറ്റ് റെഡ്യൂസസ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ലെവൽ ഓഫ് സപ്ലൈ. അപ്പൊ ആ ഒരു റിവറും പുഴയിൽ വരുന്ന മാറ്റം ഒരിക്കലും കനാലിനെ ബാധിക്കാതെ നോക്കും. ഒരുപോലെ ഡിസ്ചാർജ് കൊടുക്കും കനാലിലേക്ക്. പിന്നെ അതുപോലെ ഇറ്റ് സ്റ്റോർസ് വാട്ടർ ഫോർ ടൈഡിങ് ഓവർ സ്മോൾ പീരീഡ്സ് ഓഫ് ഷോർട്ട് സപ്ലൈ. അപ്പോൾ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിനെ കൊണ്ട് സാധിക്കും അല്ലേ? ഇനി നമ്മൾ അങ്ങനെ ഒരു റെഗുലേറ്റർ ഉണ്ടാക്കുകയാണെന്ന് വെക്കാം. ഇപ്പൊ ഇതാണ് നമ്മുടെ റിവർ. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുകയാണെങ്കിൽ നമ്മുടെ റിവർ ആണ്, ഇത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ റിവറിന് അക്രോസ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അല്ലേ? ആ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ റെഗുലേറ്റർ. അതാണ് റെഗുലേറ്റ് ചെയ്യുന്നത് വെള്ളം, ആ ക്രോസ് ആയിട്ട് ഉണ്ടാക്കിയ സ്ട്രക്ചർ. അപ്പൊ അത് അങ്ങനെ ഒരു ഇത് പോസിബിൾ ആവണമെങ്കിൽ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഡൈവേർഷൻ വർക്ക്. അപ്പൊ ഏത് സൈറ്റ് ആണ് ഏറ്റവും അനുയോജ്യം എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ where the river is perennial and flows on a mild gradient and sufficient supplies are available in the river. അതായത് റിവർ പെരിനിയൽ ആയിട്ടുള്ള സ്ഥലത്ത്. പെരിനിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെരിനിയൽ എന്ന് പറയുമ്പോൾ എല്ലാ സീസണിലും ഒരുപോലെ വെള്ളം ലഭിക്കുക, എല്ലാ സീസണിലും ഫ്ലോ ഉണ്ടാവുക. അതിനെയാണ് പെരിനിയൽ ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോ ത്രൂ ഔട്ട് ദ ഇയർ, പെരിനിയൽ ഫ്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സീസണിൽ പോലും വെള്ളത്തിന്റെ ഒരു നഷ്ടം, ഒരു ലോസ് വരാതെ എല്ലാ സമയത്തും വെള്ളം ഫ്ലോ ഉള്ള ഒരു സെക്ഷൻ ഓഫ് ദ റിവർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു മൈൽഡ് ഗ്രേഡിയന്റ് ആയിരിക്കണം, അതായത് മൈൽഡ് സ്ലോപ്പ് ആയിരിക്കണം അതിന്റെ ബെഡിൽ. ബെഡ് സ്ലോപ്പ് മൈൽഡ് ആയിരിക്കണം. മൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കുത്തനെയുള്ള സ്ലോപ്പ് അല്ലേ? അപ്പൊ അങ്ങനെയല്ല, ഒരു പ്ലെയിൻ ആയിട്ട്, ഒരു ലെവലായിട്ട്, അല്ലെങ്കിൽ ലെവലല്ല, ലെവലിൽ നിന്ന് ഒന്നും കൂടെ ചെറിയൊരു സ്ലോപ്പ്, ചെറിയ രീതിയിൽ സ്ലോപ്പ്, അതാണ് മൈൽഡ് സ്ലോപ്പ്, മൈൽഡ് ഗ്രേഡിയന്റ്. മൈൽഡ് ഗ്രേഡിയന്റ് ഉണ്ടാവാൻ പാടും. ആൻഡ് സഫിഷ്യന്റ് സപ്ലൈസ് ആർ അവൈലബിൾ ഇൻ ദ റിവർ. അപ്പൊ റിവറിൽ സഫിഷ്യന്റ് വെള്ളം ഉണ്ടായിരിക്കണം. Since the river does not flow through a valley, it is not possible and not necessary to go for a storage work. Under these circumstances, a diversion head work is most suitable. ഇപ്പൊ പറയുന്നത്, നമ്മുടെ റിവർ ഒരു വാലിയിലൂടെ അല്ല പോകുന്നതെങ്കിൽ. എന്താണ് ഒരു വാലി എന്ന് പറയുന്നത്? ഒരു താഴ്ന്ന പ്രദേശം അല്ലെ? ഇപ്പൊ ഭൂമി ഇങ്ങനെ പോവാണ്, പെട്ടെന്നൊരു താഴ്ച വന്നു. അങ്ങനെ ഒരു താഴ്ചയുള്ള സ്ഥലമാണെങ്കിലാണ് നമ്മൾ സ്റ്റോറേജ് ഹെഡ് വർക്ക് ഉണ്ടാക്കുക. കാരണം ആ ഒരു വാലിയിൽ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലേ?
വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. പക്ഷേ എങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മൈൽഡ് സ്ലോപ്പേ ഉള്ളൂ, ചെറിയ രീതിയിലൊരു സ്ലോപ്പേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ് വേണ്ടത്. അതാണ് പറഞ്ഞത്, അണ്ടർ ദീസ് സർക്കംസ്റ്റൻസസ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ. നേരെ മറിച്ചൊരു വാലി ആയിരുന്നെങ്കിലോ അവിടെ സ്റ്റോറേജ് ഹെഡ് വർക്ക് ആണ് നല്ലത്. കാരണം വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അടുത്തത്. സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് ആർ മോർ സ്യൂട്ടബിൾ വെൻ ദ പെരിനിയൽ റിവർ ഹാസ് എ സ്റ്റീപ്പ് ഗ്രേഡിയന്റ്. അപ്പൊ നമ്മുടെ വാലി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീപ്പ് ഗ്രേഡിയന്റ് ആണ് അല്ലെ. ഒരു സ്റ്റീപ്പ് ഗ്രേഡിയന്റ് ആയ ഒരു വാലി ആണെങ്കിൽ അവിടെ സ്റ്റോറേജ് ഹെഡ് വർക്കുകളാണ് നല്ലത്, സ്യൂട്ടബിൾ. Which flows through a valley and where storage in the form of a reservoir is possible. Here canals start from a high level, receive sufficient quantity of water from the headwork and flows for some distance without irrigation being practiced. ഇപ്പൊ പറയുന്നത് അങ്ങനെ ഒരു സ്റ്റോറേജ് ഹെഡ് വർക്കുകളിലാണെങ്കിൽ കനാൽ എവിടുന്നാ തുടങ്ങുക? ഒരു ഹൈ ലെവലിൽ നിന്ന്. നമുക്ക് വാലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റോറേജ് ആയിട്ട് അല്ലെ. അപ്പൊ ആ വാലിയുടെ ഹയസ്റ്റ് പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് കനാല് കൊടുക്കുക. ഓക്കെ, കനാല് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കനാലിന്റെ താഴ്ഭാഗത്തായിരിക്കും നമ്മുടെ ഈ പാടങ്ങളൊക്കെ ഉള്ളത്, ഇറിഗേഷന് കൊടുക്കേണ്ട പാടം ഉള്ളത്. After the canal enter the plain country, the water is supplied to the fields by gravity. അപ്പൊ ഈ കനാല് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഗ്രാവിറ്റി വഴിയാണ്. കാരണം നമ്മളൊരു ഹൈറ്റിൽ നിന്നാണ് വെള്ളം ഒഴുക്കി വിട്ടത് അല്ലെ. അപ്പൊ ആ ഹൈറ്റിൽ നിന്ന് പോകുന്ന വെള്ളത്തിന് ഗ്രാവിറ്റി വഴി ഒഴുകാൻ സാധിക്കും. പമ്പിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഗ്രാവിറ്റി വഴി തന്നെ നമുക്ക് പാടങ്ങളിലേക്കൊക്കെ വെള്ളം കൊടുക്കാം. After the canal enters the plain country, the water is supplied to field by gravity. In some cases, the water from the reservoir, being at a commandable height, is used for generating electricity also. അപ്പൊ ചില സ്ഥലങ്ങളിൽ വെള്ളം ഉയരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ഡാം ഒക്കെ അല്ലെ. ഡാമിലൊക്കെ എന്താണ്, ഒരു ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴും. ആ താഴേക്ക് വീഴുമ്പോ ആ വീഴുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ആ വെള്ളം വീഴുന്നത് ഒരു ടർബൈനിലേക്കായിരിക്കും. ആ ടർബൈനിന്റെ ടർബൈൻ കറങ്ങി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഹൈറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ചില കേസിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും ഉപയോഗിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഹെഡ് വർക്ക് ഉണ്ടാക്കാൻ? The factors suitable for selection of site for head work. അപ്പോൾ ഏത് സ്ഥലത്താണ് നമുക്ക് ഹെഡ് വർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കാം. When a canal is to take off from a river, it is essential to see which reach of the river is suitable for the purpose. അല്ലെ, നമ്മളൊരു കനാല്, നമുക്ക് ഒരു പുഴയുണ്ട്, നമുക്ക് ആ പുഴയിൽ നിന്ന് വെള്ളം കനാല് വഴി പാടങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ പുഴയുടെ ഏത് ഭാഗത്തിൽ നിന്നാണ് നമ്മൾ കനാല് തുടങ്ങുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അല്ലെ. അപ്പൊ എവിടെ നിന്നാണ് തുടങ്ങുക? എവിടെയാണോ, ഏത് ഭാഗത്താണോ വെള്ളം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്, എല്ലാ സീസണിലും ലഭിക്കുന്നത്, അങ്ങനെ ഒരു ഏരിയയിലായിരിക്കണം കനാല് തുടങ്ങുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ പോയിന്റ്സ് വിച്ച് ഫേവർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹെഡ് വർക്കർ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഹെഡ് വർക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് ആ കനാൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ആദ്യം പറയുന്നത് the material required for construction are locally available. അപ്പൊ ആ ഒരു ഹെഡ് വർക്ക് ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് എവിടെ നിന്നാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. അവിടെയാണ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും?
ആ മെറ്റീരിയൽസ് ഒക്കെ ഈ സൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും അല്ലേ? അതെന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ്ലി ആണ്. നമുക്ക് അതിന് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതിന് തൊട്ടടുത്താണ് നമ്മൾ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അതുപോലെ the section of river should be narrow to reduce the magnitude of headworks and river training works. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു റിവറിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നാരോ ആയിരിക്കണം അല്ലെ? നേരിയതായിരിക്കണം. അപ്പൊ എന്താ ഗുണം? അപ്പൊ ചെറിയൊരു സ്ട്രക്ചർ അവിടെ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ചെറുത് മതി. അല്ലാതെ നമ്മൾ വളരെ വീതി കൂടിയ സ്ഥലത്ത് ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പോയാൽ അത്രയും വലിയ സ്ട്രക്ചർ ആയിരിക്കണം അല്ലെ? ആ റിവറിന്റെ വിഡ്ത് മുഴുവൻ നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അല്ലാതെ ഏറ്റവും നാരോ ആയി കിട്ടുന്ന, ഏറ്റവും വെള്ളം ലഭിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ the site should give facilities for economical and safe disposal of water. അപ്പൊ economical ആയി അതുപോലെ സേഫ് ആയിട്ട് നമുക്ക് വെള്ളം ഒഴുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ പൈസ കുറവ് വരുന്ന അല്ലേ, ഫണ്ട് കുറവ് വരുന്ന ഒരു സ്ഥലമായിരിക്കണം. The disposition of the material required for the work should be convenient and communications to the site should be good. അതായത് നമുക്ക് അതിന് വേണ്ട ആ ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് എത്തിക്കേണ്ട സ്ഥലം അടുത്ത് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. പല കാര്യങ്ങള് ഓഫീസിൽ നിന്ന് ആ സൈറ്റിലേക്ക് പറയാനും അങ്ങനെ പല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും അല്ലെ? വർക്കേഴ്സിനോട് ഓരോ കാര്യങ്ങൾ പറയാനും എത്തിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഏറ്റവും അടുത്തായിരിക്കണം. Percolation losses in the region should not be excessive. അതായത് ആ ഒരു സ്ഥലത്ത് എന്താണ് പുഴയുടെ അടിയിൽ, അതായത് ബെഡ് ലെവലിൽ നിന്ന് ഭൂമിന്റെ അടിയിലേക്ക് പോകുന്ന വെള്ളം, അതിനെയാണ് നമ്മൾ പെർക്കുലേഷൻ എന്ന് പറയാം. അപ്പൊ ആ പെർക്കുലേഷൻ ലോസ് കുറവായിരിക്കണം. പിന്നെ അതുപോലെ ഡിമാൻഡ് ഫോർ വാട്ടർ ഷുഡ് ബി സഫിഷ്യന്റ്ലി ലാർജ്. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഏത് ഒരു റിവറിന്റെ ഏതൊരു സ്ട്രക്ചറിലാണ് നമ്മൾ കനാൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരിക്കണം. ഫീൽഡ്, പാടങ്ങൾ ഒരുപാടുള്ള ഏരിയ ആയിരിക്കണം. കാരണം എന്നാലേ നമ്മൾ കൊടുക്കുന്ന കനാൽ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു കനാൽ കൊടുത്താൽ ആ ഒരു കനാലിൽ നിന്ന് വെള്ളം എത്ര നമുക്ക് പോസിബിൾ ആയി ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ആ ഒരു കനാൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പൊ എത്ര കൂടുതൽ ഏരിയ, ഫീൽഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റുമോ, ഡിമാൻഡ് എത്ര കൂടുതലുണ്ട് അത്രത്തോളം നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കനാല് കൊണ്ട് കാര്യം ഉണ്ടാവും അല്ലേ? പിന്നെ അതുപോലെ നമ്പർ ഓഫ് ക്രോസ് ഡ്രെയിനേജ് ഷുഡ് ബി ലെസ്. അതായത് നമ്മളൊരു കനാൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു ചാനൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുപാട് അരുവികളും ഒക്കെ അതിനോട് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരുപാട് മീറ്റിംഗ് പോയിന്റുകൾ ഉണ്ടാവും. അരുവികളൊക്കെ ഈ ഒരു കനാലിനോട് ക്രോസ് ചെയ്ത് പോകുന്ന. അപ്പൊ അങ്ങനത്തെ ക്രോസിംഗ് ആയിട്ട് പോകുന്ന ഡ്രെയിനേജുകൾ എത്ര കുറച്ചാക്കാൻ പറ്റുമോ, എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. നമ്പർ ഓഫ് ക്രോസ് ഡ്രെയിനേജ് ഷുഡ് ബി ലെസ്. കാരണം അങ്ങനെ ഒരു ഡ്രെയിനേജ് ഇതിനോട് കുറുകെ പോവുകയാണെങ്കിൽ, ഈ കനാലിനോട് കുറുകെ ഒരു ഡ്രെയിനേജ് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ആ ഒരു പോയിന്റില്, അതായത് ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റില് നമുക്ക് വേറെ പ്രത്യേക സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് എത്രത്തോളം ക്രോസ് ഡ്രെയിനേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്.
പിന്നെ അതുപോലെ എക്കണോമിക്കൽ ലൈൻ ഓഫ് കനാൽ ഷുഡ് ബി അവൈലബിൾ. അതായത് ഒരു എക്കണോമിക്കൽ ലൈൻ ഓഫ് കനാൽ ആയിരിക്കണം. അതായത് ഏറ്റവും പൈസ കുറവിൽ നമുക്ക് ആ ഒരു കനാൽ ഉണ്ടാക്കാൻ സാധിക്കണം. ഇനി അടുത്തത് കോമ്പണന്റ് പാർട്സ് ഓഫ് എ ഡൈവേർഷൻ വർക്ക് ആണ്. എന്തൊക്കെയാണ് ഒരു ഡൈവേർഷൻ വർക്കില്? ഞാൻ പറഞ്ഞൊരു സ്ട്രക്ചർ ആണ് അല്ലേ? അപ്പൊ ആ ഒരു സ്ട്രക്ചറിൽ കുറെ കോമ്പണന്റുകൾ ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് കോമ്പണന്റ്സ് നമുക്ക് നോക്കാം. എ വിയർ ഓർ ആൻ ആനിക്കട്ട്. അപ്പൊ എന്താണ് വിയർ? ഇപ്പൊ ഇതാ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. എല്ലാവരും ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറില് ഇതാണ് റിവർ. ഇങ്ങനെയാണ് നമ്മുടെ പുഴ ഒഴുകുന്നത്. റിവർ ഫ്ലോ ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ ഈ ഒരു റിവറിന് എക്രോസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇതിനെയാണ് വിയർ എന്ന് പറയുന്നത്. വിയർ, ഈ റിവറിനോട് എക്രോസ് ആയിട്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ, അതാണ് വിയർ ഓർ ആൻ ആനിക്കട്ട്. ആനിക്കട്ട് എന്നും പറയും. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വിയർ. പിന്നെ അടുത്തത് ഡിവൈഡ് വാൾ. ഡിവൈഡ് വാൾ എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഈ വിയറിനോട് പെർപെൻഡിക്കുലർ ആയി വെച്ച ഇതാണ് ഡിവൈഡ് വാൾ. പിന്നെ അടുത്തത് അണ്ടർ സ്ലൂയിസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസ്. ഈ വിയറിന്റെ അടിയില് നമ്മൾ അണ്ടർ സ്ലൂയിസ് കൊടുക്കും. അതായത് നമ്മുടെ സിൽറ്റൊക്കെ അവിടെ അടിഞ്ഞുകൂടാൻ വേണ്ടി, സിൽറ്റൊക്കെ നമ്മുടെ ഈ വിയറിന്റെ ഇതാണ് അപ്സ്ട്രീം സൈഡ്. പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഇതാണ് ഡൗൺ സ്ട്രീം സൈഡ് അല്ലേ? ഈ വിയറിന്റെ അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്. ഇങ്ങോട്ടേക്കാണ് വെള്ളം ഒഴുകുന്നത് അല്ലേ? ഈ പോയിന്റിൽ നിന്ന് താഴോട്ടേക്കാണ് വെള്ളം ഒഴുകുന്നത്. അപ്പൊ മോൾ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? അപ്സ്ട്രീം, അപ്സ്ട്രീം ഓഫ് ദ റിവർ. ഇതാണ് താഴ്ഭാഗമാണ് ഡൗൺ സ്ട്രീം, ഡൗൺ സ്ട്രീം ഓഫ് ദ റിവർ. അപ്പൊ നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയറിന്റെ അപ്സ്ട്രീമിൽ എന്ത് പറ്റും? കുറെ സിൽറ്റ്, നേരത്തെ പറഞ്ഞ സാൻഡ് പാർട്ടിക്കിൾസും ഒക്കെ അടിഞ്ഞുകൂടും അല്ലേ? അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ അണ്ടർ സ്ലൂയിസിലൂടെ ഈ സിൽറ്റ് ഒക്കെ അങ്ങോട്ട് പാസ് ചെയ്യും, ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുക്കി വിടും. അതാണ് അണ്ടർ സ്ലൂയിസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസ്. പിന്നെ വരുന്നതാണ് ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ, ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മീനിന് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുക്കി പോവാനുള്ള ഒരു വഴി, പാസേജ്. അത് ഇങ്ങനെയാണ് പോവുക, കണ്ടോ? കാരണം മറ്റത് ഹൈ വെലോസിറ്റിയിലായിരിക്കും വെള്ളം ഒഴുകുന്നത്. അപ്പൊ ആ ഒരു വെലോസിറ്റി കുറഞ്ഞ് ആ മീനിന് സുഖമായി ഒഴുകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പാസേജ്, അതാണ് ഫിഷ് ലാഡർ. പിന്നെ ഉള്ളത് ഹെഡ് റെഗുലേറ്റർ. ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റിവർ ഇതാണ്. ഈ റിവറിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിൽ കനാൽ എടുക്കുകയാണ്. അതാ കണ്ടോ, ഇവിടെയാണ് നമ്മൾ കനാൽ എടുക്കുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിലും 2 കനാൽസ് എടുക്കുന്നുണ്ട്. മെയിൻ കനാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണല്ലേ. എന്താണ് മെയിൻ കനാൽ, എന്താണ് ബ്രാഞ്ച് കനാൽ, ഡിസ്ട്രിബ്യൂട്ടറീസ്, പിന്നെന്താ ഫീൽഡ് ചാനൽസ്, ഇതെല്ലാം പഠിച്ചതാണ്. അപ്പൊ അതിലെ മെയിൻ കനാൽ, റിവറിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ കനാലാണ് മെയിൻ കനാൽ. അപ്പൊ ആ മെയിൻ കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്നതാണ് ഹെഡ് റെഗുലേറ്റർ. ഹെഡ് എന്ന് പറഞ്ഞാൽ തലഭാഗം അല്ലെ? അപ്പൊ കനാലിന്റെ തലഭാഗത്ത് കൊടുക്കുന്ന, റെഗുലേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സ്ട്രക്ചർ ആണ് ഹെഡ് റെഗുലേറ്റർ. പിന്നെ പറയുന്നത് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സിൽറ്റിനെ എന്ത് ചെയ്യും? സിൽറ്റിനെ ഈ കനാലിലേക്ക് പോവാൻ സമ്മതിക്കാതെ ആ സിൽറ്റ് മുഴുവൻ പിടിച്ചെടുക്കും. അതാണ് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. സിൽറ്റിനെ ഈ കനാലിലേക്ക് കിടത്തി വിടില്ല. കാരണം കനാലിലേക്ക് കിടത്തി വിട്ടാൽ എന്ത് പറ്റും? ആ സിൽറ്റ്, അതായത് മൺതരികളൊക്കെ താഴേക്ക് ഡെപ്പോസിറ്റഡ് ആവും. ഡെപ്പോസിറ്റഡ് ആയാൽ ആ ഒരു കനാലില് നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജ് കുറയും അല്ലേ?
കനാലിൽ നമുക്ക് എത്ര വെള്ളം കിട്ടും, ആ വെള്ളത്തിന്റെ അളവ് കുറയും. കാരണം ഇതിങ്ങനെ ഡെപ്പോസിറ്റഡ് ആയിട്ട് നമുക്ക് വെള്ളം താങ്ങുന്ന ഏരിയ കുറയും. അപ്പൊ അതിനു വേണ്ടി സിൽറ്റ് നമുക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ഡിവൈസ് ആണ് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് കോമ്പണന്റ്സ് ഓഫ് എ ഡൈവേർഷൻ വർക്ക്. ഇപ്പൊ എന്തൊക്കെയാണ്? എ വിയർ, ഡിവൈഡ് വാൾ, ഇത് വിയർ ഇതാണ്, പിന്നെ ഇത് ഡിവൈഡ് വാൾ, പിന്നെ അണ്ടർ സ്ലൂയിസസ്, ഇതിന്റെ അകത്തുള്ള പോക്കറ്റുകൾ, സിൽറ്റ് ഒക്കെ പോവാൻ വേണ്ടിയുള്ള പോക്കറ്റ്സ്, അതാണ് അണ്ടർ സ്ലൂയിസ്. പിന്നെ ഫിഷ് ലാഡർ, ഫിഷിന് പോവാൻ, പിന്നെ ഹെഡ് റെഗുലേറ്റർ, പിന്നെ അതുപോലെ സിൽറ്റ് ഒക്കെ പിടിച്ചെടുക്കുന്ന സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. അപ്പൊ ഇതൊക്കെയാണ് കോമ്പണന്റ് പാർട്സ് ഓഫ് എ ഡൈവേർഷൻ വർക്ക്. അപ്പൊ ഇതിനി ഓരോന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.